ഇന്ന് കോട്ടയ്ക്കലൊരു കല്യാണം കൂടാൻ പോവാണ്. എൻ്റെ ഫ്രണ്ട് സുഭിഷയുടെ അനിയത്തിയുടെ. രാവിലെ തന്നെ ഒരുങ്ങി സ്റ്റാൻഡിലേക്ക് ഡാഡി കൊണ്ടാക്കി തന്നു. ഇതാ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ ബസ്സൊക്കെ കിട്ടി പ്രകൃതി രമണിയൊക്കെ ആഘോഷിച്ച് പോകുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ ജിനയുടെ വീട്. അവിടെ എത്തി ഞാൻ മഞ്ജുവിനെ കണ്ടു. മഞ്ജു ഞാനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പോകാനുള്ള വഴിയൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ഇതാ കല്യാണ വീട്ടിലെത്തി. ഇത് സുബി ഞങ്ങളെ കണ്ടപ്പോൾ പാവം സന്തോഷമാണോ സങ്കടമാണോ അറിയില്ല, ഒരു കരച്ചിലങ്ങ് പാസ്സാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കല്യാണപ്പെണ്ണും ചെക്കനും. അവർ ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. എല്ലായിടത്തും ഏറ്റായി എത്തുന്ന ഞങ്ങൾ ഇന്നും പതിവ് തെറ്റിച്ചില്ല. കല്യാണമൊക്കെ കഴിഞ്ഞിരുന്നു. സുന്ദരിയായി നമ്മുടെ സുബി ഇരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ വന്നു. നല്ല ചൂടാണ്. ഈ ചൂടത്ത് ഒരു സദ്യ കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ നമുക്ക് ഓരോ വിഭവങ്ങളായിട്ട് വന്നു. ഞങ്ങൾ നല്ല തിരക്കായിരുന്നു കല്യാണ പന്തിയിൽ. അപ്പം കുറച്ചൊക്കെ നേരം വെയിറ്റൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ആ സീറ്റ് നമ്മളങ്ങ് ഒപ്പിച്ചത്. സോ ചോറ് വന്നു, സാമ്പാർ വന്നു, അവിയൽ വന്നു, ഉപ്പേരി, പുളിങ്കറി, അങ്ങനെ എല്ലാം വന്ന് ഞങ്ങൾ കഴിക്കാൻ റെഡിയായി. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനും മഞ്ജു ഞങ്ങൾ ശരിക്കും ഇവിടെ ഷെമി, തസ്നിയ, റിൻഷ, ജീന എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് മഞ്ജുവിന് മാത്രമേ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല ഒരു അടിപൊളി സദ്യയൊക്കെ ഞങ്ങൾ കഴിച്ചു. അപ്പോഴാണ് സുബി വന്നത്. രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലാത്തതുകൊണ്ട് അങ്ങനെ അവൾക്ക് 2 ഉരുളയൊക്കെ കൊടുത്ത് ഞങ്ങളങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. കൂടുതലായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ നേരെ ഓട്ടോ കയറി ഒതുക്കുങ്ങലെത്തി. അവിടുന്ന് ബസ്സിലും പോയി. ബസ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളായിരുന്നു കേട്ടോ. ഈ പ്രൈവറ്റ് ബസ്സിലെ പാട്ടുകൾക്ക് നമ്മളെ വേറെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കാൻ പറ്റും. ആകെ ഒരു സങ്കടം ഉണ്ടായിരുന്നു വെച്ചാൽ ജമിനിയെ നോക്കി ഏത് ഭാഗത്താണ് വെയിലുണ്ടാവുക ഇല്ലയെന്നൊക്കെ ഞാൻ നോക്കി. ജമിനി ചേച്ചി പറഞ്ഞൊന്നനുസരിച്ച് ഇരുന്നതാണ്. പക്ഷേ എന്നെ ചതിച്ചു. നല്ല വെയിലായിരുന്നു. പക്ഷേ പാട്ടുകൾ ഇഷ്ടമായതുകൊണ്ട് സാറില്ല. അങ്ങനെ ഇരുന്നു. അങ്ങനെ 4 മണിയാകുമ്പോഴേക്കും വീടെത്തി. അപ്പോൾ ഓക്കെ, ബൈ.